അവള് അത്രയും സൂക്ഷിച്ച ആ ബാഗ് കൊണ്ട് നടക്കുന്നത്. മാത്രമല്ല അവള് മിക്ക ദിവസവും കോളേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ബൈക്കിനല്ലേ വരാറ്. അതിനിടയിൽ ആരെന്തെടുക്കാനാ? അപ്പോ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ വരുന്ന വഴിക്കോ നൈഫ് ആർക്കും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഹിമയുടെ നൈഫ് കാണാതെ പോയത് കോളേജിൽ വെച്ചാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതായത് അവളുടെ കൂടെ പഠിക്കുന്ന ആരോ ആണ് അത് അവളെ കുടുക്കാനായിട്ട് ഉപയോഗിച്ചത്. അതെ. കോളേജിൽ അവളോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് ആർക്കാ? അബിക്കും ബിബിക്കും. അത് തന്നെ എനിക്കും തോന്നിയത്. പീതാംബരനെ അവർക്ക് മര്യാദക്ക് പരിചയം പോലും ഇല്ലായിരുന്നു. മഹിമയുടെ പകരം വീട്ടാനായിട്ട് മാത്രം അയാൾ അവരെ കൊല്ലുവോ? അഭി ഒരു സൈക്കോയാ. സ്വന്തം ലക്ഷ്യം കാണാൻ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഇനി അവനല്ല പീതാംബരനെ കൊന്നതെങ്കിൽ ആ നൈഫ് കൊലയാളിക്ക് എത്തിച്ചു കൊടുത്തത് അവനായിരിക്കും. എന്തായാലും ആ കൊലപാതകവുമായി അവൻ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നീ എനിക്ക് വേണ്ടി ഒന്ന് അറ്റൻഡൻസ് പറ. ഞാൻ ദേ വന്നോണ്ടിരിക്കുക. ആ ദേ ഒരു 10 മിനിറ്റ് നീ കട്ടി. ആഹാ ഇതാരൊക്കെയാ? വക്കീല് മഞ്ജുവോ? ഈ കൂട്ടുകെട്ട് തകർന്നുവെന്നാ ഞാൻ കരുതിയേ. ഇപ്പൊ വീണ്ടും സെറ്റായോ? ആകാതെ പറ്റില്ലല്ലോ അല്ലേ? നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടും മാഹിം ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? അപ്പൊ പിന്നെ ഒരുമിച്ച് നിന്ന് എന്തെങ്കിലും രക്ഷയുണ്ടോന്ന് ചിന്തിച്ചു കാണും അല്ലേ? പക്ഷേ നിങ്ങൾ ഒരുമിച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉള്ളത് പറയാലോ, നിങ്ങൾ രണ്ടുപേരും അത്ര പോരാ. നിന്നെ കൈകാര്യം ചെയ്യാനേ ഞാൻ തന്നെ വേണ്ട. ഇവ വേണോന്ന് വെച്ച് മൂന്നിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറയുന്നതാ. മുകുന്ദൻ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്താ ഇവൻ പോലീസിൽ ചെന്ന് പരാതി പറയും. അതോടെ മജിസ്ട്രേറ്റ് ആവാനുള്ള മുകുന്ദന്റെ സ്വപ്നം ഇല്ലാതാവും. കൊള്ളാലോ, മഞ്ജു അത്ര മോശമല്ല. അല്ലെങ്കിലും മഞ്ജുവിന് ബുദ്ധിക്കൊരു കുറവില്ല. പക്ഷേ അതിനനുസരിച്ചുള്ള ധൈര്യം ഇല്ലാതെ പോയി. എന്റെ ധൈര്യം നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞങ്ങൾ ഒരേ ഒരു ചോദ്യം ചോദിക്കാനാ വന്നത്. അതിനുള്ള ഉത്തരം കിട്ടിയാ ഞങ്ങൾ പൊയ്ക്കോളാം. എന്താണാവോ അറിയേണ്ടത്? പീതാംബരം മരിച്ച സമയത്ത് നീ എവിടെയായിരുന്നു? അല്ല, അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ചോദിച്ചതിന് മറുപടി പറ. സൗകര്യമില്ല. പീതാംബരനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ട് കിട്ടിയവരെ ഒക്കെ അങ്ങ് പ്രതിയാക്കുവാണോ ഇപ്പൊ നിന്റെ പണി? ആദ്യം സ്വന്തം ഭർത്താവ്, പിന്നെ അനിയത്തി. ഇപ്പതെ കുടുംബത്തിന്ന് ആരെയും കിട്ടാത്തോണ്ട് പുറത്തുനിന്ന് ആളെ പിടിക്കാൻ നടക്കുവല്ലേ? അല്ല, എന്താണാവോ എനിക്ക് നറുക്ക് വീഴാൻ കാരണം? എനിക്ക് പീതാംബരൻ അത്ര പരിചയം പോലുമില്ല. അയാളെ ഞാൻ എന്തിനു കൊല്ലണം? മഹിമയ്ക്ക് പീതാംബരനോടുള്ള ശത്രുത നിനക്കറിയായിരുന്നില്ലേ? അറിയാം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങള് 1-2 തവണ ഒരുമിച്ച് മദ്യപിച്ചിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് ഒരുത്തിയെ പ്രാകുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അത് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ശത്രുവും മിത്രമൊന്നാണല്ലോ. അല്ല, ഞാനിപ്പോ എന്തിനാ അയാളെ കൊന്നിട്ട് മഹിമയ്ക്ക് ഉപകാരം ചെയ്യുന്നേ? മഹിമ കേസിൽ കൊടുക്കാൻ. മഹിമ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ഞാനൊരാളെ കൊല്ലൂന്നാണ് നിങ്ങൾ പറയുന്നത്? നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. മഹിമയെ രക്ഷിക്കാൻ നിങ്ങളിപ്പോ എന്തും ചെയ്യുന്ന എനിക്കിപ്പോ മനസ്സിലായി. പീതാംബരനെ കൊല്ലാൻ ഉപയോഗിച്ചത് മഹിമയുടെ സർജിക്കൽ നൈഫല്ലേ? അത് മഹിമയുടെ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അത് കോളേജിൽ നിന്നാണ് പോയതെന്നും ഞങ്ങൾക്കറിയാം. ഓ, നീ അതെടുത്തത് എനിക്കുറപ്പാ. ആഹാ, നീ അത് വെച്ചിട്ട് എന്താടാ ചെയ്തേ? നീ തന്നെയാണോ പീതാംബരനെ കൊന്നത്? അതോ വേറെ ആരെങ്കിലും ആണോ? സത്യം പറഞ്ഞോ? ഓ അയ്യോ, ഞാൻ പേടിച്ചുപോയി. ഇനി എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞോളാം. ഒന്ന് പോടി. യൂണിഫോം ഇട്ട് വന്നപ്പോ പോലും എനിക്കിതിനെ പേടിയില്ലായിരുന്നു. പിന്നെയാ സസ്പെൻഷനിലായിപ്പോ. ഞാൻ സസ്പെൻഷനിലാണെന്നേ ഉള്ളൂ.
എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് നിന്നെ ചോദ്യം ചെയ്യാൻ പറഞ്ഞാ അവര് ചെയ്യും. ആണോ? അവരെന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കും? പീതാംബരനെ കൊന്നവളാണെന്ന് പറഞ്ഞ് ഒരാളെ ജയിലിലിട്ട പോലീസ് വീണ്ടും അതേ കുറ്റത്തിന് വേറെ ആളെ ചോദ്യം ചെയ്ത പ്രശ്നമാവില്ലേ? അല്ലെങ്കിൽ ഗിരിയെ വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു വട്ടം നാണം കേട്ടതാ. ഇനി എന്നെ ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് മീഡിയ അറിഞ്ഞ പോലീസുകാര് മണ്ടന്മാരാണെന്ന് പറയില്ലേ? നിന്റെ കൂട്ടുകാരും ആ റിസ്ക് എടുക്കില്ല. നീ അല്ല പീതാംബരനെ കൊന്നതെങ്കിൽ സത്യം പറയുന്നോണ്ട് നിനക്ക് എന്താ ദോഷം? സത്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ലാഭമൊന്നുമില്ലല്ലോ. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിച്ച മഹിമയെ വെറുതെ വിടില്ലേ? അതില് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച പോലെ അവളും അനുഭവിക്കണം. ഓടാ. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വഴിയിലൂടെ വാ. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. അതുവരെ എന്റെ പുറകെയുള്ള ഈ നടത്തം നീ നിർത്തിക്കോ. ആവശ്യമുള്ള ഒരു വിവരം പോലും അവനിൽ നിന്ന് കിട്ടിയില്ലല്ലോ. എങ്ങനെ കിട്ടാനാ? ഞാൻ മഞ്ജുനോട് അപ്പോഴേ പറഞ്ഞല്ലേ, യൂണിഫോം ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ചിറങ്ങുന്ന മണ്ടത്തരമാണെന്ന്. മഹിമയെ സഹായിക്കണമെങ്കിലേ മഞ്ജു വീണ്ടും ഡ്യൂട്ടി കയറാണ്ട് പറ്റില്ല. ഇങ്ങനെ എന്നെ കാണിക്കാൻ ഓരോന്ന് ചെയ്താൽ മാത്രം പോരാ. മഞ്ജു നേരിട്ട് കളത്തിലിറങ്ങണം. മൂന്ത മൂന്ത മഞ്ജുവിന് ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? തീർച്ചയായും. എന്നാലേ മഞ്ജു തിരിച്ച് ജോലി കയറണം. ഹലോ. എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അത് വെറുതെ. അഭിയെ കാണാൻ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവൻ ചോദിച്ചതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. ആ, സ്വാഭാവികം. അവന് മഹിമ ജയിലിൽ കിടക്കണമെന്നായിരിക്കില്ലേ ആഗ്രഹം? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ ഞാനും കൂടെ വരാന്ന്. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിരുന്നെങ്കിൽ അവൻ സത്യമെല്ലാം പറഞ്ഞേനെ. അങ്ങനെ തല്ലുണ്ടാക്കി നടക്കാനൊന്നും ഇനി പറ്റില്ല. പുതിയ ഒരാളും കൂടി വരാൻ പോവാണെന്നുള്ള ചിന്ത വേണം. ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിലേ ആ അഭിയെ തല്ലേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. ദേ, നീ കാരണം അച്ഛൻ എത്ര ഡീസന്റ് ആയെന്ന് അറിയോ മോളെ? ദേ വീണ്ടും മോളാണെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. എനിക്ക് ഉറപ്പാ. ഞാനേ അവക്ക് പറ്റിയൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്. ആഹാ, അത്രയൊക്കെ പ്ലാൻ ചെയ്തോ? എന്താ പേര്? കേക്കട്ടെ. പ്രതീക്ഷ. എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷേ അതിന് പെൺകുട്ടിയാവണ്ടേ? ഇതേ ആൺകുട്ടിയായിരിക്കും. ആ, അത് നമുക്ക് കാണാം. ആ കാണാം. എന്നാ കാണാം. എന്താ? എത്ര കാലമായി നീ മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു കണ്ടിട്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നാ മതി കേട്ടോ. സോറി.